ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി അപ്ഡേറ്റ് സ്വാഗതം. നമ്മൾ കുറച്ച് തരം അപ്ഡേറ്റ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. മമ്മൂട്ടി മോഹൻലാൽ മലയാളത്തിൻ്റെ സ്വന്തം സ്വകാര്യ അഹങ്കാരം പറയുന്ന രണ്ട് വ്യക്തികൾ വീണ്ടും കുറേ വർഷം ശേഷം ഒന്നിക്കുന്നു. എന്തായാലും ആശീർവാദ് ഫിലിംസും ഒക്കെയാണ് ചെയ്യുന്നതാണ് അതിൻ്റെ അപ്ഡേറ്റ് ഉള്ളതിനെ കുറിച്ച് പറയാറുണ്ട്. നിവിൻ പോളിയുടെ ഏറ്റവും പുതുത്വത്തിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്ക ഫഹദ് ഫാസിൽ ഒന്നിക്കുന്ന ചിത്രത്തിൽ സൂര്യ ഗസ്റ്റ് റോൾ വരുന്നുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് നോക്കുക വെച്ചാൽ ഡിയർ സ്റ്റുഡൻസിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിലായി തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയേറെ അപ്ഡേറ്റ് ഒക്കെയാണെങ്കിൽ വീട്ടിൽ പറയാനുള്ളത്. നമുക്ക് അധികം സമയം കളയാതെ തന്നെ വീട്ടിലോട്ട് കിടക്കാം. ഒന്നാമത്തെ അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് മെഗാസ്റ്റാർ മമ്മൂട്ടി ദി കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ വീണ്ടും ഒന്നിക്കാൻ പോകുന്നു. എന്ന് പറഞ്ഞ ചിത്രത്തിനല്ല ഒന്നിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ആശീർവാദ് ഫിലിംസും അതുപോലെ തന്നെ അമൽ നീരദ് ബൈശാഖ് കൂട്ടിൽ വരുന്ന ചിത്രത്തിലാണ് രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടി പോകുന്നത്. ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരും ദിവസത്തിൽ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും കളക്ഷൻ റെക്കോർഡുകൾ ഉപയോഗിക്കുന്നത് യാതൊരു സംശയമില്ല. പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ എന്തായാലും ഫസ്റ്റ് ഡേ എന്തായാലും റെക്കോർഡ് വരും. കാരണം രണ്ട് താരങ്ങളും ഫാൻസും തുല്യ ശക്തരെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയായിരിക്കും ഫസ്റ്റ് ഡേ എന്തായാലും നേടാൻ വേണ്ടി പോകുന്നുണ്ടാവുക. എന്തായാലും ആശീർവാദ് ഫിലിംസിൻ്റെ അൻ്റെ പെരുമ്പാർ പറഞ്ഞിരുന്നു. എന്തായാലും ഒരുപാട് അപ്ഡേറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും എല്ലാവരും എമ്പുരാൻ്റെ തിരക്കിലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിലായി തന്നെ പരിചയപ്പെടാം, അല്ലെങ്കിൽ പറയാം. എന്തായാലും പയ്യെ പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം അത് ഗംഭീരമായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ട്. മറ്റൊരു അപ്ഡേറ്റ് നമ്മുടെ ലാലേട്ടനാണ്. നമ്മുടെ ലാലേട്ടൻ 2025 ഗംഭീരമായിട്ടുള്ള തിരിച്ചതിന് ഒരുങ്ങുന്ന ഒരു വർഷം തന്നെയാണ് പ്രതീക്ഷിക്കുന്നു. അത് നമ്മുടെ ആവേശം, അതുപോലെ തന്നെ ആവേശം, രോമാഞ്ചം തുടങ്ങിയ ചിത്രശേഷം ജിത്തു മാധവ് ഡയറക്റ്റ് ചെയ്ത ചിത്രത്തിൽ മോഹൻലാലാണെന്ന് ആയത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീ ഗോകുലം മൂവീസാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശുശാംശാമാണ് മ്യൂസിക്. അപ്പോൾ ഇത്രയേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഒരു കോമഡി പ്ലസ് ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് വരാൻ വേണ്ടി പോവാണ്. ഒരു ബാംഗ്ലൂർ സ്റ്റോറിയാണെന്ന് കേൾക്കപ്പെടുന്നത്. ഏകദേശം ഒരു 6 മാസമാണ് ഇതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിൽ ഷൂട്ടിംഗ് ആരംഭിച്ച് ഏപ്രിലിൽ റിലീസാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരുപക്ഷെ 2026 മാറിയേക്കാം. എന്തായാലും സമയമെടുത്താലും അത് ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചരും നല്ലൊരു സിനിമയും ആവട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് പറയാൻ ഡിയർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം എൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് നിവിൻ പോളി എന്ന് പറയുന്ന നടൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചറിവ് തന്നെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു. നിവിനെ കൂടാതെ നയൻതാരയും ഇതിൽ പ്രധാനമായിട്ട് ലീഡ് റോൾ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ലവ് ആക്ഷൻ ഡ്രാമ എന്നതിന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന പ്രത്യേകത ഉണ്ട്. നിവിന് ചെറിയൊരു ഗസ്റ്റ് റോളൊന്നും കേൾക്കപ്പെടുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ്, അമൽ നീരദ് അടുത്ത് ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും ഫഹദ് ഫാസിലും ഉണ്ടാവും. സൂര്യ പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് റോൾ വരാൻ വേണ്ടി പോകുന്നത് കേൾക്കപ്പെടുന്നുണ്ട്. അതെന്തായാലും അതിൻ്റെ അപ്ഡേറ്റും വരുന്നത് തന്നെ ആയിരിക്കും. കാരണം ഇത്രയുടെ അപ്ഡേറ്റ് മാത്രം വന്നിട്ടുള്ളൂ. ഒരു കൺഫർമേഷൻ ആക്കിയിട്ട് ഉടൻ തന്നെ മറ്റൊരു വീഡിയോയിലായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. കാരണം ഈ അപ്ഡേറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് മാത്രം. കാരണം ഈ അപ്ഡേറ്റൊക്കെ ഏകദേശം ഒരു 99% ശരിയാണ്. പക്ഷേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പതുക്കെ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നതാണ് കേൾക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലേ ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ലേ ചിത്രത്തിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റിംഗ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നിട്ടിപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് നമ്പർ എനിക്ക് അതായിരിക്കും. ബൈ.